DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ പുതുതായി പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗമായി ചേർന്ന ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ പെൻഷൻ വിതരണം ഇന്ന് നടന്നതിൻ്റെ സന്തോഷ വാർത്തയോടൊപ്പം വന്നിരിക്കുന്ന ചില ഇൻഫർമേഷനുകളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്തെ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിനും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയിലെ ആദ്യ വിതരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം മലയൻകീഴിൽ വെച്ച് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കാണ് ഇന്ന് 1000 രൂപ ക്രെഡിറ്റ് ആയിരിക്കുന്നത്. ഇനിയുള്ള എല്ലാ മാസവും 1000 രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷനായി അക്കൗണ്ടിൽ എത്തിച്ചേരുന്നതാണ്. ആദ്യഘട്ടത്തിൽ 10,58,752 പേരുടെ അക്കൗണ്ടിൽ തുക എത്തിയിരിക്കുകയാണ്. ഇതിനായി 105.87 കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലേക്ക് ഇതുവരെ 15,88,267 അപേക്ഷയാണ് ലഭിച്ചത്. അപേക്ഷകളിലെ ചില പൊരുത്തക്കേടുകളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതി അംഗീകാരവും ലഭിക്കാൻ വൈകുന്നതുമാണ് ബാക്കിയുള്ളവരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തുവാൻ തടസ്സമായതെന്നാണ് അറിയുന്നത്. അപേക്ഷ സമർപ്പിച്ചവർക്ക് പെൻഷൻ ID ക്രിയേറ്റ് ആയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഇനി മുതൽ എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് പെൻഷനർ ID ക്രിയേറ്റ് ആകുന്നത്. ഇങ്ങനെ പെൻഷനർ ID ലഭിച്ച സ്ത്രീകൾക്കെല്ലാം ഇനി മുതൽ എല്ലാ മാസവും 1000 രൂപ വീതം നിങ്ങൾ നൽകിയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. നൽകിയ അപേക്ഷകൾ ചിലർക്ക് റിട്ടേൺ ആയിട്ടുണ്ട്. അപേക്ഷയും കൂടെ നൽകിയ ഡോക്യുമെൻറ്റുകളും ഉദ്യോഗസ്ഥർ ഡൗൺലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് അപേക്ഷയിലെയും നൽകിയ ഡോക്യുമെൻറ്റിലെയും ജനനത്തീയതിയിൽ വ്യത്യാസം വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അപേക്ഷയിലെ പേരും നൽകിയിട്ടുള്ള ഡോക്യുമെൻറ്റുകളിലെ പേരും തമ്മിൽ ഇനീഷ്യലിലോ മറ്റോ വ്യത്യാസം വരികയാണെങ്കിൽ, അതായത് ചില സ്ത്രീകൾ അപേക്ഷയിൽ സ്വന്തം പേരിന് ശേഷം ഭർത്താവിൻ്റെ പേര് വയ്ക്കുമെങ്കിലും ഡോക്യുമെൻറ്റിൽ ചിലപ്പോൾ പിതാവിൻ്റെ പേരായിരിക്കും സ്വന്തം പേരിന് ശേഷം ഉണ്ടാവുക. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അപേക്ഷകളിൽ തിരുത്തലുകൾ വരുത്തി റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപേക്ഷയിലും ബാങ്ക് അക്കൗണ്ടിലും ഡോക്യുമെൻറ്റുകളിലും പേരിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ 1 and same സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി അപേക്ഷകൾ റീസബ്മിറ്റ് ചെയ്യേണ്ടി വരും. അത് സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ മാസം 1000 രൂപ വീതം അക്കൗണ്ടുകളിലേക്ക് തുടർന്ന് വരുന്നതാണ്. ഇനി അപേക്ഷയോടൊപ്പം നൽകുന്ന ഡോക്യുമെൻറ്റുകളിൽ ക്ലാരിറ്റി കുറവാണെങ്കിൽ വ്യക്തമായി വായിക്കുവാൻ കഴിയുന്ന രീതിയിൽ ക്ലാരിറ്റിയുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുവാൻ ആവശ്യപ്പെടാറുണ്ട്. അത്തരത്തിൽ ഡോക്യുമെൻറ്റുകൾ റീസബ്മിറ്റ് ചെയ്താൽ അപേക്ഷ അംഗീകരിക്കുന്നതുമായിരിക്കും. ഇന്നു മുതലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 2-3 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തുക എത്തിച്ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിച്ചവർ ആ ഓൺലൈൻ സർവീസ് കേന്ദ്രത്തിൽ തന്നെ എത്തി പരിശോധിക്കുക. അതുപോലെ നിങ്ങളുടെ ഫോണിൽ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും SMS-കൾ വന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയും സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഇന്നു മുതൽ 1000 രൂപ വീതം മാസം പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 2 പ്രധാന കാര്യങ്ങളിലൊന്ന്, നിങ്ങൾക്ക് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ പദ്ധതിയിൽ നിന്നും പുറത്തു പോകുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് മാസം 2000 രൂപ വീതം ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ കാറോ വരുമാനം കൂടുതലോ ഒക്കെ ഉണ്ടായി നിങ്ങളുടെ റേഷൻ കാർഡ് മഞ്ഞ, പിങ്ക് എന്നിവയിൽ നിന്നും നീലവെള്ള കാർഡിലേക്ക് മാറിയാലും ഈ ആനുകൂല്യം നിൽക്കുന്നതായിരിക്കും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് അവസാന തീയതിയൊന്നുമില്ല. അതിനാൽ ഇപ്പോൾ 32-34 വയസ്സൊക്കെ ഉള്ളവർക്ക് 35 വയസ്സ് പൂർത്തിയാകുമ്പോൾ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 35 വയസ്സായിട്ടും ഇപ്പോഴും അപേക്ഷിക്കാത്തവരുമുണ്ട്. സർക്കാർ തന്നെ 31 ലക്ഷത്തിലധികം പേർ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അപേക്ഷ 15 ലക്ഷം കഴിഞ്ഞതേ ഉള്ളൂ. അതിനാൽ അർഹതയുള്ളവർ ഇനിയും അപേക്ഷ വയ്ക്കുക. സർക്കാർ, അർദ്ധ സർക്കാർ, സ്ഥിരം ജോലിയോ കരാർ ജോലിയോ ഇല്ലാത്തവരും സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പെൻഷനുകൾ ലഭിക്കാത്തവരുമായ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീകൾക്കാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവിധ കേന്ദ്ര സംസ്ഥാന ക്ഷേമ പെൻഷൻ അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.